പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂളൂംസ് ലോയെ കുറിച്ചാണ് പഠിച്ചത്. എന്തായിരുന്നു കൂളൂംസ് ലോ? രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെ. അപ്പൊ അതൊരു ബലമാണ്. ബലം എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അപ്പോ കൂളൂംസ് ലോയില് സാധാരണ പരീക്ഷയ്ക്ക് കൂളൂംസ് ലോയെ നമ്മൾ വെക്ടർ ഫോമിലേക്ക് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കൂളൂംസ് ലോയില് നമ്മൾ പഠിച്ച ഫിഗർ ആണ് ഞാൻ ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നത്. രണ്ട് പോയിന്റ് ചാർജുകളുണ്ട്. അതൊക്കെയാണ് Q1 ഉം Q2 ഉം. രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. എന്താണ് ഈ പോയിന്റ് ചാർജ്? ദ സൈസ് ഓഫ് ദ ചാർജ് ഈസ് ആൾമോസ്റ്റ് 0. ചാർജിന്റെ സൈസ് 0ആണ്. പക്ഷേ ഇറ്റ് ക്യാരീസ് സം ചാർജ്. അതിന് ചെറിയ ചാർജ് ഉണ്ട്, ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതാണ് Q1 ഉം Q2 ഉം. അപ്പൊ എല്ലാവരും ആ ഫിഗറിലേക്ക് നോക്കുക. Q1 ഉം Q2 ഉം രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. അത് ഡിസ്റ്റൻസ് അകലത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് അത് റിപ്പല് ചെയ്യും. ഇപ്പൊ Q1 Q2വിനെ റിപ്പല് ചെയ്യുന്ന ഫോഴ്സിന്റെ ദിശ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. F21 കണ്ടോ? അപ്പൊ എന്താണ് F21? ഫോഴ്സ് ഓൺ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്നാണ്. അതായത് ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തെ ചാർജിൽ കൊടുക്കുന്ന ബലം. ഒന്നാമത്തെ ചാർജ് Q1 ചാർജ് Q2വിന് കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് ആണ് F21. ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1. അപ്പൊ എല്ലാവർക്കും കൂളൂംസ് ലോയുടെ ഇക്വേഷൻ അറിയാം. എന്താണ് കൂളൂംസ് ലോ? ഞാൻ അത് F21 എന്ന് കൊടുത്തു. വെക്ടർ സൈൻ ഒന്നും ഇപ്പൊ കൊടുത്തിട്ടില്ല, വെറും ഫോഴ്സ് മാത്രമാണ്. F21ന്റെ ബേസ് ഇക്വേഷൻ 1/4πε0 Q1 Q2 R². അപ്പൊ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ കൂളൂംസ് ലോ. നമ്മളിതിനെ വെക്ടറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പോവാം. എല്ലാവർക്കും അറിയാമല്ലോ വെക്ടർ സൈൻ. രണ്ടാമത്തെ F21ന്റെ മുകളിൽ ഞാൻ ഒരു ആരോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വെക്ടറായി. അങ്ങനെ വെക്ടർ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ചുമ്മാ ഒരു ക്വാണ്ടിറ്റിയെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളിലെ Q1 ഉം Q2 ഉം ചാർജിനെ സൂചിപ്പിക്കുന്നു. ചാർജ് സ്കെയിലറുകളാണ്. പിന്നെ എങ്ങനെ? അതിൽ ഒരു വെക്ടറും ഇല്ല. ഒരു വെക്ടറും ഇല്ലാതെ ഒരു ക്വാണ്ടിറ്റി ഒരിക്കലും എന്താകില്ല? വെക്ടർ ആകില്ല. അങ്ങനെ വെക്ടർ ആകാൻ വേണ്ടി നമ്മൾ താഴെയുള്ള R² എടുക്കുക. ആറിന്റെ പ്രത്യേകത Q1ൽ നിന്നും Q2വിലേക്കുള്ള അകലമാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആറിനെ നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ R12 ക്യാപ്പ് എന്ന് പറയുന്നത് കണ്ടോ? നമുക്കറിയാം, നമ്മൾ +1 പഠിച്ചു. ഒരു വെക്ടറാണ് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ? വെക്ടർ എ. ഒരു വെക്ടർ എപ്പോഴാണ് വെക്ടർ ആവുന്നത്? അതിന് മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു അതിനെന്ത് വേണം? ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ ഓഫ് എ കണ്ടോ? എ വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു എ ക്യാപ്. ആരാണ് ഈ എ ക്യാപ്പ്? എ ക്യാപ് ഈസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. എന്താണ് ഈ എ ക്യാപ്പിന്റെ ജോലി? ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു ഫോഴ്സ് ആണ്. ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ ആണ് എങ്കിൽ 5 ആണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ആ ഫോഴ്സിന് എന്ത് കാണണം? ഒരു ഡയറക്ഷൻ വേണം. അത് ലെഫ്റ്റ് ടു റൈറ്റ് ആകാം, നോർത്ത് നിന്നും സൗത്തിലോട്ടാകാം. ഏതായാലും ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാകും. ആ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ജോലിയാണ് ആ എ ക്യാപ്പ്. ആ എ ക്യാപ്പിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു എ ക്യാപ്പ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ ക്യാപ്പ് എന്ന് പറയുന്നത് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് എ ആണ്. അപ്പൊ എയും എയും ക്യാൻസൽ ചെയ്തു പോയി. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ദ ആൻസർ ഈസ് എ യൂണിറ്റ് വെക്ടർ, ദാറ്റ് ഈസ് യൂണിറ്റി. അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം. എന്താണ്? നമ്മുടെ ലൈക്ക് ചാർജസിൽ ആക്ട് ചെയ്യുന്ന കൂളിംഗ് ഫോഴ്സിനെ നമ്മൾ വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്തു. എന്താണ്? F21 വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R² ഇൻറ്റു R12 ക്യാപ്പ്. ആരാണ്ട് R12 ക്യാപ്പ്? where R12 is a unit vector directed from Q1 to Q2. Q1 നിന്നും Q2വിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ആണ് R12 ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എന്താണ് കൂളൂംബ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് കൂളൂംസ് ലോയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമ്മൾ രണ്ട് ചാർജുകൾ എടുത്തു, Q1 ഉം Q2 ഉം. അവർ തമ്മിലുള്ള അകലം R ആണ്. അതിൽ ആദ്യം കണ്ടെത്തിയത് Q1 Q2വിൽ കൊടുത്ത ബലം. ഫോഴ്സ് ഓൺ ദ ചാർജ് Q2 ഡ്യൂ ടു Q1. F21 ഈസ് ഈക്വൽ ടു 1/4πε0
Q1 Q2 by R square. Q1 ഉം Q2 ഉം സ്കെയിലറുകളാണ്, അപ്പോൾ അത് വെക്ടറുകളല്ല. ഇനി എന്താണ്, ആർ ഉണ്ട്. ആറിനെ നമ്മൾ ഒരു പൊസിഷൻ വെക്ടറായിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ഒരു ക്വാണ്ടിറ്റിയെ വെക്ടർ ഉണ്ട് എങ്കിൽ അതിനകത്ത് വെക്ടർ ഡയറക്ഷനുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. F21 വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square into R21 ക്യാപ്. ആരാണ് R21 ക്യാപ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ. അതിന്റെ വില എത്രയാണ്? 1. അപ്പൊ നമ്മുടെ ആൻസറിൽ മാറ്റമില്ല. 1/4πε0 Q1 Q2 by R square into 1. ആൻസർ സെയിം തന്നെ. പക്ഷേ ആ ഫോഴ്സിന് എന്ത് കിട്ടി? ഡയറക്ഷൻ കിട്ടി. എവിടെ നിന്ന് എങ്ങോട്ട്? Q1 Q2 തള്ളൽ കൊടുത്തു, ഒരു ബലം കൊടുത്തു അല്ലെ, F21. ആ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, Q1 Q2 കൊടുത്തതുപോലെ Q2 Q1 എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. Q1 Q2 കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതുപോലെ ഫോഴ്സ് ഓൺ ദ ചാർജ് Q1 due to Q2. അപ്പൊ ആരിലാണ്? Q2 Q1 കൊടുക്കുന്ന ബലം F12 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square into R21 ക്യാപ്. ആരാണ് R21 ക്യാപ്? കണ്ടോ, R21 ക്യാപിന്റെ ഡയറക്ഷൻ Q2 നിന്നും Q1 ഡയറക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കൂളൂംസ് ലോയെ നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഓർത്തിരിക്കുക, ഒരു ചെറിയ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. F21 ആണ് എങ്കിൽ R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 21 ആണെങ്കിൽ 12. എന്നാൽ F12 ആണ് വരുന്നത് എങ്കിൽ R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോഴ്സ് 21 ആണെങ്കിൽ പൊസിഷൻ വെക്ടർ R12 എന്ന് എടുക്കുക. ഫോഴ്സ് 12 ആണെങ്കിൽ പൊസിഷൻ വെക്ടർ 21 എന്ന് എടുക്കുക. ഇതാണ് കൂളൂംസ് ലോയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. കൂളൂംസ് ലോ ഇൻ വെക്ടർ ഫോം ആണ് നമ്മൾ പറഞ്ഞത്. ലൈക്ക് ചാർജസ് ആണ്. രണ്ട് പോസിറ്റീവ് ചാർജുകൾ Q1 ഉം Q2 ഉം ആ ഡിസ്റ്റൻസ് അകലത്തിലിരിക്കുകയാണ്. Q1 Q2 കൊടുക്കുന്ന ബലമാണ് F21 1/4πε0 Q1 Q2 by R square. നമ്മളതിനെ വെക്ടറാക്കാൻ വേണ്ടി R12 എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം R12 എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് Q1 നിന്ന് Q2 ഞാൻ ആരോ കൊടുത്തിരിക്കുന്നത്. അതായത് Q1 Q2 കൊടുക്കുന്ന ആ ബലമാണ് F21. മനസ്സിലായോ? അതുപോലെ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? Q2 Q1 കൊടുക്കുന്ന ബലം. അപ്പോ Q2 നിന്നും Q1 പൊസിഷൻ വെക്ടറാണ് ഞാൻ R21 ക്യാപ്പ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ആരോ എന്ന് പറയുന്നത് Q2 നിന്നും Q1 ആ ബലമാണ് F12 എന്ന് പറയുന്നത്. ആ മുകളിൽ കൊടുത്തിരിക്കുന്ന F12 F21 മുകളിൽ കൊടുത്തിരിക്കുന്ന ആരോസ് എന്ന് പറയുന്നത് വെക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബലത്തിന്റെ ദിശയാണ് ആ പോസിറ്റീവ് സൈനോടൊപ്പം ചേർത്ത് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൂളൂം ഫോഴ്സ് ഒരു വെക്ടറാണ്. അതിനെ വെക്ടർ ആക്കാൻ വേണ്ടി പൊസിഷൻ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ F21 ആണ് എങ്കിൽ R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. F12 ആണ് എങ്കിൽ R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്ക് ശകലം പ്രയാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അത് പറയണം. ഞാൻ അടുത്തത് അൺലൈക്ക് ചാർജസിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത അൺലൈക്ക് ചാർജസിൽ എങ്ങനെയാണ് ഈ പറയുന്ന കൂളൂം ഫോഴ്സ് വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൺലൈക്ക് ചാർജസ് നമ്മൾ Q1 പോസിറ്റീവ് ചാർജ് Q1 എന്നും നെഗറ്റീവ് ചാർജ് Q2 എന്നും റെപ്രസെന്റ് ചെയ്തു. അവർ തമ്മിലുള്ള അകലം R ആണ്. ഓക്കെ, അവയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, F21 ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് പോസിറ്റീവിനടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോ തീർച്ചയായിട്ടും ആ ബലം അനുഭവപ്പെടുന്ന ദിശ അങ്ങോട്ടാണ്. എന്താ പ്രത്യേകത? അവിടെ നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ ദിശയിൽ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ Q2 നിന്നും Q1 പോകണം. അപ്പൊ എത്ര കിട്ടും? R21 ആണ്. Therefore F21 വെക്ടർ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R square into R21 ക്യാപ്പ്.
മനസ്സിലായോ? പൊസിഷൻ വെക്ടർ എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത് അതേ ദിശയിലേക്കാണ് നമ്മൾ ബലത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ഓൺ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് F21 എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 R². അതിന് നമ്മൾ അതേ സെയിം എന്താണ് R21 എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത നമുക്ക് ഫോഴ്സ് നോക്കാം. F12 നോക്കാം. F12 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിനടുത്തേക്ക് പോസിറ്റീവ് ചാർജ് ആകർഷിക്കപ്പെടുന്നു. ഫോഴ്സ് ഓൺ Q1 with respect to Q2. F12 is equal to 1/4πε0 Q1 Q2 R² into ആ ഫോഴ്സിന്റെ ദിശയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആരാണ്? R12 ആണ്. അതുകൊണ്ട് ഞാൻ R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ പ്രത്യേകത? അൺലൈക്ക് ചാർജസ് ആണ് എങ്കിൽ, അട്രാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പ്രത്യേകത? F21 ആണെങ്കിൽ R21 സെയിം പാറ്റേണില് F21 അതിനെ R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. F12 ആണ് എങ്കിൽ സെയിം പാറ്റേണിലുള്ള യൂണിറ്റ് വെക്ടർ R12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് കൂളൂംസ് ലോയുടെ വെക്ടർ ഫോം. അപ്പോൾ നമ്മൾ +2 ഇനിയും എന്താണ് ഇതുപോലുള്ള ചില ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ബയോട്ട്-സവാർട്സ് ലോയൊക്കെ നമ്മൾ ഇതുപോലെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അവിടെയെല്ലാം യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് കൂളൂംസ് ലോയുടെ വെക്ടർ ഫോം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടി പറയാം. ലൈക്ക് ചാർജസ് ആണെങ്കിൽ F21, ബാക്കി കൂളൂം ഫോഴ്സിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. F21 ആണെങ്കിൽ R12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ F12 എന്ന് പറയുന്നത് R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ അൺലൈക്ക് ചാർജസ് ആണ്, അട്രാക്ഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും F21 ആണെങ്കിൽ R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. F12 എന്ന് പറയുന്നത് R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് കൂളൂംസ് ലോയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. എന്താണ് ഈ വെക്ടർ ഫോമിന്റെ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മുടെ R12 ക്യാപ്പ് എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറും R21 ക്യാപ്പ് എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ദാറ്റ് ഈസ് R21 ക്യാപ്പ് ഈസ് ഈക്വൽ ടു -R12 ക്യാപ്പ്. ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് F21 ഈസ് ഈക്വൽ ടു -F12 എന്ന് എഴുതാം. അതായത് Q1 Q2 കൊടുത്ത ബലം ആക്ഷൻ ആണ് എങ്കിൽ Q2 Q1 കൊടുത്ത ബലം റിയാക്ഷൻ ആണ്. ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ എന്താണ്, നമ്മൾ രണ്ട് ലൈക്ക് ചാർജസ് എടുത്തു അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസ് എടുത്തു, രണ്ടും അപ്പുറത്ത് രണ്ട് സൈഡിലേക്കും ബലം കൊടുക്കുന്നുണ്ട്. ആ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ. ആരാണ് ഈ ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ? ദിസ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചതിന്റെ അർത്ഥം? നമ്മുടെ കൂളൂംസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഇറ്റ് ഒബൈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. കൂളൂംസ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ഒബൈ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വെക്ടർ ഫോമിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇപ്പൊ മനസ്സിലായോ? സിൻസ് R21 ക്യാപ്പ് ഈസ് ഈക്വൽ ടു -R12 ക്യാപ്പ്, F21 is equal to minus of F12. That is, action is equal to minus reaction. These two forces are equal and opposite. ഈ രണ്ട് ബലങ്ങളും തുല്യവും വിപരീതവുമാണ്. അതുകൊണ്ട് അത് ന്യൂട്ടൺസ് ലോ ഒബൈ ചെയ്യുന്നു. നോക്കിയേ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ? നമ്മുടെ F12ഉം F21നെയും ഞാൻ എങ്ങനെയാ വരച്ചിരിക്കുന്നത്? ആ രണ്ട് ചാർജുകളുടെയും സെന്ററിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് ആരോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ദീസ് ടു ഫോഴ്സസ് F12 ആൻഡ് F21 ആക്ടിങ് അലോങ് ദി ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ടു ചാർജസ്. ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ചാർജുകളുടെയും സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈനിലൂടെയാണ്. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് മാസുകളുടെ സെന്ററിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സെൻട്രൽ ഫോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ കൂളും ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ വെക്ടർ ഫോം പഠിച്ചത്. വെക്ടർ ഫോം പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. എന്താണ്, നമ്മുടെ കൂളൂംസ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനെ ഒബൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു ടു ബോഡി ഇന്ററാക്ഷൻ ആണ്, അതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇതാണ് കൂളൂംസ് ലോ ഇൻ വെക്ടർ ഫോമിൽ നമുക്ക് പഠിക്കാനുള്ളത്.
അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? രണ്ട് ചാർജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒന്നിലധികം ചാർജുകളുണ്ട്. ഇപ്പം നമ്മൾ അതിനെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ആ ടോട്ടൽ ഫോഴ്സ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പം നമുക്ക് അതിനു മുമ്പ് ആ ബോർഡിലേക്ക് വരാം. നമ്മുടെ ഫിഗറിൽ Q1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവിടെ നിന്നും R21 അകലത്തിലായിട്ട് ഞാൻ Q2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Q2 Q1നെ റിപ്പൽ ചെയ്തു. അതാണ് F12. മനസ്സിലായോ? ഫോഴ്സ് ഓൺ Q1 വിത്ത് റെസ്പെക്ട് ടു Q2 ആണ് F12. അതിന്റെ ഡയറക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ R21 ആണ്. അതുപോലെ Q3 എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് Q1നെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ പൊസിഷൻ വെക്ടർ ആണ് R31 ക്യാപ്പ്. ആ റിപ്പൽഷന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് F13. ഇനി ഒരു ചാർജ് കൂടിയുണ്ട്, അത് Q4 ആണ്. Q4 Q1നെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് F14. ആ Q4ഉം Q1ലേക്കുള്ള ആ പൊസിഷൻ വെക്ടർ ആണ് ഞാൻ R41 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? Q2ഉം Q3യും Q4ഉം എന്ന് പറയുന്ന ചാർജുകൾ Q1നെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തിരിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ Q1 എന്ന് പറയുന്ന ചാർജിൽ മാത്രം ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സ് കണക്കാക്കണം. ആ മൊത്തം ഫോഴ്സ് കണക്കാക്കാൻ എന്താണ്? അതെല്ലാം കൂടി എന്ത് ചെയ്യുക? algebraic sum എടുക്കുക, വെക്ടർ സം എടുക്കുക. That means the total force on Q1 F1 is equal to F12 plus F13 plus F14. അങ്ങനെ മൊത്തം n ചാർജ് ഉണ്ട് എങ്കിൽ ലാസ്റ്റ് F1 എന്ന് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു ജനറൽ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഫോഴ്സ് എമംഗ് ചാർജസ്, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, അല്ലെങ്കിൽ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുക: ഇഫ് എ നമ്പർ ഓഫ് ചാർജസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ, ഒരു കൂട്ടം ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യാണ്? ഇന്ററാക്ട് ചെയ്യുകയാണ്, അടുത്തിരിക്കുകയാണ് എങ്കിൽ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ ചാർജ്, ഏതെങ്കിലും ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ചാർജ് എന്നാണ്. അപ്പൊ Q1 എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ബലം കണ്ടെത്താൻ, F1 കണ്ടെത്താൻ, Q2 Q1 കൊടുക്കുന്ന ബലം അതാണ് F12. അതുപോലെ Q3 Q1 കൊടുക്കുന്ന ബലം അതാണ് F13. Q4 Q1 കൊടുക്കുന്ന ബലം അതാണ് F14. ഇതിന്റെ എന്തെടുക്കുക? വെക്ടർ സം എടുക്കുക. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഇഫ് എ നമ്പർ ഓഫ് ചാർജസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ, the total force acting on a single charge is equal to the vector sum of the individual forces acting on that charge. ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന മറ്റു ചാർജുകൾ കൊടുക്കുന്ന എല്ലാ ബലങ്ങളുടെയും വെക്ടർ സം എടുക്കുക. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചായിരുന്നു. എന്തായിരുന്നു? F12. അതിന്റെ താഴത്തെ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കിയേ. F1 ഈസ് ഈക്വൽ ടു F12 പകരമാണ് 1/4πε0 Q1 Q2 by R21 സ്ക്വയർ. കണ്ടോ? പൊസിഷൻ വെക്ടർ ഇൻറ്റു R സ്ക്വയർ എന്ന് എഴുതിയാലും മതി. പക്ഷെ നമ്മൾ എന്താണ്? Q1 മുതൽ Q2 മുതൽ Q1 വരെയുള്ള അകലം R21 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിന്റെ സ്ക്വയർ എടുക്കുക. യൂണിറ്റ് വെക്ടർ R21 ക്യാപ്പ്. F12 വന്നപ്പോൾ റിപ്പൾഷൻ ആയതുകൊണ്ട് R21 ക്യാപ്പ്. അതുപോലെ F13 നമുക്ക് പരിശോധിക്കാം. F13 എത്രയായിരിക്കും? 1/4πε0 Q1 Q3 by R സ്ക്വയർ, R31 സ്ക്വയർ ഇൻറ്റു R31 ക്യാപ്പ്. അപ്പോഴാണ് അത് വെക്ടർ ആയത്. അതുപോലെ എത്രയാണ്? Q4 Q1 കൊടുക്കുന്ന ബലമാണ് F14. ഫോഴ്സ് ഓൺ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു 4 എന്ന് പറയുന്നത് 1/4πε0 Q1 Q4 by R41 സ്ക്വയർ ഇൻറ്റു R41 ക്യാപ്പ്. ഇപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു 1/4πε0 ഉണ്ട്. ആ 1/4πε0 നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് കിട്ടി F1 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R21 സ്ക്വയർ ഇൻറ്റു R21 ക്യാപ്പ് പ്ലസ് Q1 Q3 by R31 സ്ക്വയർ ഇൻറ്റു R31 ക്യാപ്പ് പ്ലസ് Q1 Q4 by R41 സ്ക്വയർ ഇൻറ്റു R41 ക്യാപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ചാർജിനെ അടുത്തിരിക്കുന്ന കുറെ ചാർജുകൾ എല്ലാം കൂടി എന്ത് ചെയ്യാണ്? റിപ്പൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ
മൊത്തം ആ ചാർജിൽ അനുഭവപ്പെടുന്ന ബലം കണ്ടെത്താൻ എല്ലാ ബലവും കൂടി എന്ത് ചെയ്യുക, കൂട്ടുക. ആ കൂട്ടുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂളംബ്സ് ലോയുടെ വെക്ടർ ഫോമിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇതാണ് എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. when a number of charges interacting with each other, the total force acting on a single charge is equal to the vector sum of individual forces acting on that charge എന്നാണ്. That is F1 is equal to F12 plus F13 plus F14. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു വന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ് ഒരു സബ് യൂണിറ്റ് ആണ് നമ്മൾ ഈ പഠിച്ചത്. ഇവിടെ അവസാനിക്കുകയാണത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു ചാർജ്, എന്തായിരുന്നു ചാർജിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്, നമുക്കൊരു വസ്തുവിനെ എങ്ങനെ ചാർജ് ചെയ്യാം നമ്മൾ പഠിച്ചു. കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ, അതുപോലെ ചാർജ് ഉണ്ടാക്കുന്ന ബലം, ആ ബലമാണ് കൂളംബ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ കൂളംബ് ഫോഴ്സിന്റെ വെക്ടർ സമ്മിലേക്ക് നമ്മൾ കടന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒന്നിലധികം ചാർജുകൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തി. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിള്. അങ്ങനെ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തിരികെയാണ്. എന്താണ് ഇലക്ട്രിക് ചാർജ്, എന്താണ് ആ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ നന്നായി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പൊ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്കുകൾ അടിസ്ഥാനമാക്കി ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഓൺലൈൻ വഴി അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക. അപ്പോൾ അടുത്ത നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് കെമിസ്ട്രി മാത്സ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷനിൽ ഒരു ചെറിയ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്പീഡ് കൂടുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അത് നമുക്ക് ശരിയാക്കാം. അതിനുശേഷം ഒരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കണം. ആ ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്ന് നിർബന്ധമായും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.